കോമളനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ കോമളൻ, താങ്കൾ തിരുവനന്തപുരത്ത് എവിടെയാണ്? ഞാൻ തിരുവനന്തപുരത്ത് മുട്ടടയിലുള്ളതാണ്. ശരി, ഓക്കെ. ശ്രീ കോമളൻ പറഞ്ഞോളൂ. പിന്നെ ഇപ്പോ സഖാക്കളെല്ലാം പറയുന്നത് ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിക്കും. അപ്പൊ ഉപ്പ് ആരാ കൊടുത്തത്? മുഖ്യമന്ത്രിയല്ലേ ഇവർക്കൊക്കെ ഉപ്പ് കൊടുക്കുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ഉപ്പ് കൊടുത്തിട്ട് സഖാക്കള് പറയുന്നു വെള്ളം കുടിക്കുമെന്നവര്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇതിനകത്ത് നേരിട്ട് ഒരു ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്കും സ്വർണത്തോട് വലിയ താല്പര്യമാണല്ലോ. നമ്മൾ കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്താണ് സ്വർണത്തോട് സവിശേഷമായ താല്പര്യം? അല്ല, അവര് നിയമിക്കുന്ന ആളാവുമ്പോ അവർക്ക് അതിന്റെ പ്രതിഫലം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. മുഖ്യമന്ത്രിക്ക് സ്വർണത്തോട് താല്പര്യം താങ്കൾ പറഞ്ഞപ്പോൾ അത് എന്താണ് കാരണം? എനിക്കറിയില്ല. അങ്ങനെ മുഖ്യമന്ത്രിക്ക് സ്വർണത്തോട് താല്പര്യമുള്ളതായി അറിയില്ല. സ്വർണത്തോട് താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് എനിക്കറിയാവുന്നത്. അതെ, നമ്മൾക്ക് വായിച്ചു കേട്ട അറിവ് നമുക്ക്. അത് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഈ സ്വർണ്ണക്കടത്തെന്നും പറഞ്ഞുകൊണ്ടൊക്കെ. എന്നിട്ട് ആ സ്വർണ്ണക്കടത്ത് കേസ് കുറെ കാലമായി കേന്ദ്ര ഏജൻസികളെല്ലാം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അന്വേഷിക്കുന്നല്ലോ. എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിടുകയോ ചെയ്തോ? പണത്തിന് മീതെ പരന്തും പറക്കില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പണം കൊണ്ട് കേന്ദ്രത്തിലുള്ള BJP സർക്കാരെല്ലാം അവരുടെ ഏജൻസികളെല്ലാം മാറ്റിവെച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? നമ്മൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യനല്ലേ. അതെ, ഞാനും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരല്ലേ. കുറെ കാലമായി പറയുന്നു മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ. അങ്ങനെ ഈ ഏജൻസികൾ കുറെ പേര് വന്നല്ലോ ഇവിടെ. അതുകൊണ്ട് ഇവരെ കൈ ശുദ്ധമാണെങ്കിൽ അവരുടെ കൈ ശുദ്ധമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് സ്വർണ്ണത്തോട് താല്പര്യമുണ്ട് എന്ന് പറയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം വേണം താങ്കൾക്ക്. അങ്ങനെ ഒരു കാരണം എന്റെ അറിവിലില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതാ ശരി, താങ്കളുടെ അറിവിലില്ലെങ്കിലും നമ്മുടെ അറിവിൽ ഇങ്ങനെ പത്രവാർത്തകൾ കണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാ. ശരി, പോട്ടെ. എങ്കിലും ഇത് ശുദ്ധം എന്ന് പറയുമ്പോ നേരത്തെ ഇവര് അങ്ങനെയാണെങ്കിൽ ഇവര് ശുദ്ധമാണെങ്കിൽ വിഷയം വന്നപ്പോ ഇവരെ പുറത്താക്കാം. ശരി, നമുക്ക് വേഗത്തിൽ വേണമെങ്കിൽ വരാം. മുൻ ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ കൊള്ള നടന്നിട്ടുള്ളത്. ദേവസ്വം അന്നത്തെ ബോർഡിലെ പ്രസിഡന്റാണ് ഇപ്പോൾ അറസ്റ്റായിട്ടുള്ളത്. അതെ, ഞാൻ നിങ്ങളോട് പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ബോർഡിൻ്റെ തീരുമാനങ്ങളാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ആവശ്യമില്ല. ദേവസ്വം ബോർഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനായിട്ട് അനുവാദം ചോദിച്ച് വകുപ്പ് മന്ത്രിയുടെ അടുക്കൽ ഫയൽ അയക്കേണ്ട കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ 5 വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിൻ്റെ ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ്. അതിൻ്റെ നിയമാവലി അങ്ങനെയാണ്. ഗവൺമെൻറ് അതിനകത്ത് കൈകടത്താനോ ഗവൺമെൻറ് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിൻ്റേത് മാത്രമാണ്. അതിനപ്പുറമുള്ള യാതൊരു കാര്യവും അതിനില്ല. മന്ത്രിക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല. BJPയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ ആരോപണം രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. അതുകൊണ്ട് ദേവസ്വം മന്ത്രിമാരും മറുപടി, ഇപ്പോഴത്തെ മന്ത്രിയും മുൻ മന്ത്രിയും മറുപടി പറയണം. അല്ല, അത് BJPയും കോൺഗ്രസും എല്ലാം അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ പോലും രാഷ്ട്രീയ കൈകടത്തൽ നടത്തുന്ന പാർട്ടികളാണ് ഇവരെല്ലാവരും തന്നെ. അവരുടെ തീരുമാനങ്ങൾ ഈ സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടാകും. എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്കൊരു സംശയം. യാതൊരു തരത്തിലുള്ള സംശയത്തിന് അവകാശമില്ല. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ അറിവോടെയല്ല, ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയമല്ല. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. അതെ, ഈ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നുണ്ടല്ലോ. അവരിങ്ങനെ ഒരുപാട് അന്യായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, അനാവശ്യം പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളി അത് എവിടെയുണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രനറിയാം. ഏതോ ഒരു വലിയ സമ്പന്നനാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ഇതര സംസ്ഥാനത്തിലെ മറ്റേതോ സംസ്ഥാനത്തിലെ ഒരു വലിയ കോടീശ്വരൻ്റെ കയ്യിലുണ്ട്. ആരാണെന്ന് കടകംപള്ളിക്കറിയാം. ഞാൻ അയാൾക്ക് എന്നെ അപമാനിച്ചതിൽ എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുക മാത്രമല്ല, ഞാൻ അയാൾക്കെതിരെ സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. അയാൾ അവിടെ വന്ന് കാര്യം പറയട്ടെ. ഏത് വലിയ
സമ്പന്നൻ്റെ കൈവശമാണ് ആ സ്വർണ്ണപ്പാളി ഇരിക്കുന്നത് എന്നുള്ള കാര്യം അയാൾ എന്നെയാണല്ലോ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. അപ്പോൾ അയാൾ അവിടെ വന്ന് പറയട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ അന്വേഷണം എന്ന് പറയുന്നത് കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ SIT നിയമിച്ചിരിക്കുന്നത്, അല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല. ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞു, ആ അന്വേഷണം തീരുന്നത് വരെ, കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. അന്വേഷണം അതിൻ്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. പക്ഷേ പത്മകുമാർ കഴിഞ്ഞ തവണ മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തെ പോലെ വിചാരിക്കുന്ന ആളുകൾ പോലും ഇതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ബാക്കി പിന്നീട് പറയാം പറഞ്ഞു നിർത്തിയിരുന്നു. എനിക്കറിയില്ല കാര്യം, അതൊന്നും എനിക്കറിയാവുന്ന വിഷയമല്ല. കേട്ടില്ല എന്താ? മാപ്പ് പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ സിവിൽ കേസ് ഫയൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാനത് നിങ്ങളോട് പറയാൻ നിന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ മാധ്യമങ്ങളും വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ മുഖാന്തരം സിവിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പ്രേക്ഷകരിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, താങ്കളുടെ പാർട്ടിയെ സംബന്ധിച്ച് കൂടി പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമാണിപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖനായ നേതാവ് A. പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. സ്വാഭാവികമായും ഇത് പാർട്ടി അതിന് മറുപടി പറയേണ്ടേ? ഇങ്ങനെ ഒരാളെയാണോ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചത് എന്നതിന് വേഗത്തിൽ പറയണം, സമയം കുറവായതുകൊണ്ടാണ്. അല്ല, ഈ പത്മകുമാർ ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ നിങ്ങൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, മുരാരി ബാബു, സുധീഷ് എന്നിവർ പത്മകുമാറിനെതിരെ നൽകിയ മൊഴിയാണ് അറസ്റ്റിലേക്ക് വഴിവെച്ചത് എന്നാണ് പറയുന്നത്. അതായത് രണ്ട് പ്രതികളായിട്ടുള്ള ആൾക്കാർ കൊടുത്ത മൊഴിയാണ്. ഇനി എന്ത് തന്നെ അതിനകത്താണെങ്കിലും പത്മകുമാറിനെ പോലെ ആളിനെ പാർട്ടി അവിടെ നിയോഗിക്കുമ്പോൾ പത്മകുമാറിനെ കുറിച്ച് പാർട്ടിക്ക് ഒരു റീഡിംഗ് ഉണ്ട്. ആ റീഡിംഗ് വെച്ചാണ് അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇതിനകത്ത് ഇപ്പം ഏത് കേസിലാണ്, എന്തിന്റെ ടെക്നിക്കലാണോ, അതോ ഇനി സ്വർണം വിറ്റയിൽ അദ്ദേഹം പൈസ വാങ്ങിയിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അതിന്റെ ഈ SIT കോടതി കൊടുത്ത റിപ്പോർട്ടുകളൊന്നും പുറത്തില്ല. എന്താണ് ഇദ്ദേഹത്തിന്റെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇദ്ദേഹം എന്ന് വെച്ചാൽ ഇത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഫയലിൽ ഒപ്പിട്ടതോ എന്തെങ്കിലും പറഞ്ഞതോ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പോലും പത്മകുമാർ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നുള്ളത് ഈ കേട്ട വഴിയിലാണ് കേട്ടോ. റിപ്പോർട്ട് വരുമ്പോഴേ കൃത്യമായിട്ട് അറിയൂ. അങ്ങനെ ഒരു വന്നത് കൊണ്ട് പോലും അങ്ങനെ വരാതിരിക്കാനുള്ള ജാഗ്രത പത്മകുമാർ കാണിക്കണം എന്നുള്ളതിനകത്ത് ഒരു ഉത്തരവാദിത്തമില്ല. മറ്റൊരു പാർട്ടിയിലുള്ള ഒരു നേതാവിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പം ശിവകുമാറിന്റെ അനിയൻ കട്ടെടുത്തോണ്ട് വേണ്ട 7 കിലോ സ്വർണത്തിന് തതുല്യമായ തുകയാണ് അവിടുന്ന് പാത്ര അഴിമതി എന്ന് പറഞ്ഞ 7 അഴിമതിയുള്ളത്. അന്ന് ശിവകുമാർ ഒന്നും രാജിവെച്ചില്ലല്ലോ, അന്ന് ഉമ്മൻചാണ്ടി രാജിവെച്ചില്ലല്ലോ. അപ്പൊ ഈ പാത്രത്തിന്റെ അഴിമതിയുടെ കാര്യം ഉമ്മൻചാണ്ടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് അപ്പം ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പത്മകുമാർ ജാഗ്രത പാലിക്കണം. മറ്റൊരു പാർട്ടിയിൽ ഇപ്പൊ ഈ ശിവകുമാറിന്റെ കാര്യമൊക്കെ പറയുന്നത് പോലെ തന്നെ അവരുടെ പാർട്ടിയിലെ പോലെയേ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരാളുടെ പുറത്ത് ഇങ്ങനെയെങ്കിലും, ഇനി എല്ലാ അന്വേഷണം വരുമ്പോഴേ അറിയാൻ കഴിയും, ഇങ്ങനെയെങ്കിലും ഒരു കാര്യം വന്നത് അതീവമായിട്ടുള്ള ദുഃഖമാണ് ബാക്കിയുള്ളവർക്കും ഈ പാർട്ടിയുടെ അനുകൂലികൾക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്.